ബാക്ക് ടു വ്ലോഗ് സ്റ്റാർ വസു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മുടെ കുക്കിംഗ് തന്നെയാണ്. നമ്മൾ അതിന് മുമ്പായിട്ട് എല്ലാവരും നമ്മളെ ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് ചെയ്യുന്ന ആരാന്ന് പറഞ്ഞാൽ മൈ മദറാണ്. അപ്പം എൻ്റെ അമ്മയാണ് കേട്ടോ ഇന്നത്തെ കുക്കിംഗ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കുക്കിങ്ങിലോട്ട് കിടക്കാം. ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. ഞങ്ങളിത് യൂട്യൂബിൽ ഇട്ടിരുന്നതാണ്, എങ്കിലും ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് ചെയ്തിടുകയാണ് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ വടയാണ്. ഓക്കെ, ചെമ്മീൻ വടയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ കുറച്ച് കൊച്ചുള്ളി കണ്ടോ, കുറച്ച് കൊച്ചുള്ളിയാണ്. പിന്നെ 2 പച്ചമുളക് എരിവിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് 2 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല. ഇത്ര. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ ചെമ്മീൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എല്ലാം ചേർത്താണ് നമ്മൾ വട ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് അയക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ജാറെടുക്കണം. ജാറിനകത്തോട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ആദ്യം ചെമ്മീൻ ഇട്ട് കൊടുക്കരുത് കേട്ടോ. ആദ്യം നമ്മൾ തേങ്ങ, പച്ചമുളക്, ഒരെണ്ണം താഴെപ്പോയി, ഇഞ്ചി, ചുവന്നുള്ളിയൊക്കെ അങ്ങ് അടിഞ്ഞ് പൊക്കോളും കേട്ടോ. എങ്ങനെയിട്ടാലും കുഴപ്പമില്ല. ഈ മസാലകളും കൂടി ചേർക്കുക. ഉപ്പും അതിനകത്തുണ്ട്. പിന്നെ നമ്മളൊന്ന് അരച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് ഒന്നുകൂടി നോക്കണം. നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ ആദ്യത്തെ ഐറ്റംസ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതാ നമ്മൾ ചെമ്മീനും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൂട്ടണം. ഇളക്കി കൂട്ടിയിട്ട് ചതഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്ക് ചതച്ചെടുക്കാവുന്നതാണ്. അത് നമുക്ക് ഇതിലൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ അരച്ച് നല്ല വൃത്തിയായിട്ട് നമ്മുടെ വട ഉണ്ടാക്കാനുള്ള മാവ് റെഡിയായിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് പ്രത്യേകമായിട്ട് കടലമാവോ അങ്ങനെ ഒന്നും ചേർക്കണ്ട. ഇത്ര മാത്രം മതി. ഇനി നമുക്കത് വട ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു കൈ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ചെറിയതായിട്ട് ഇങ്ങനെ ബോളുകളാക്കി എടുക്കണം. ബോളാക്കി എടുത്ത് നമ്മുടെ കൈയുടെ ആ സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ കണ്ടല്ലോ, ഈ രീതിയിൽ എടുക്കുക. ഇങ്ങനെ എടുക്കുക, എണ്ണയിലിടുക. അങ്ങനെ ഓരോന്നും ചെയ്യുക. ചെറുതാക്കണേ ചെറുതാക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമാണേ. ഞങ്ങളിങ്ങനെയാണ്, ഇത്രയും ഒരു ഇതിലാണ് ചെയ്യുന്നത്. ഷേപ്പ് നമുക്ക് ഏത് രീതിയിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ റൗണ്ട് എടുത്തന്നേ ഉള്ളൂ. ഓവൽ വേണം എടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എല്ലാം നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ചെമ്മീൻ്റെ ഒരു പ്രത്യേക സ്മെല്ലുണ്ടല്ലോ. നമ്മൾ ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം പോകും. അതുപോലെ നല്ല ടേസ്റ്റാണ് ഇത്. അപ്പം ഇത് ഒരു വശം ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് കാണിക്കാം. ഇങ്ങനെ നോക്കാം, വിട്ടൊന്നും പോരത്തില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തേങ്ങ അധികം ചേർക്കരുത്. നമ്മളെടുക്കുന്ന ചെമ്മീൻ അനുസരണമായിട്ട് നമ്മൾ തേങ്ങ കുറച്ച് തേങ്ങ മതി. ഒരുപാട് തേങ്ങ ഉണ്ടെങ്കിൽ ആ ഉണ്ട നമുക്കിങ്ങനെ വടയ്ക്കുള്ള ഉണ്ട എടുക്കുമ്പോൾ അത് കിട്ടില്ല. വട നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് അത് സ്പ്ലിറ്റ് ചെയ്ത് പോകും. മറിക്കാനും പറ്റത്തില്ല, കുഴഞ്ഞു പോകും. എണ്ണയിലായിട്ട് കുഴഞ്ഞു പോകും. തേങ്ങ ആവശ്യത്തിന് മാത്രമേ എടുക്കുക.
എടുക്കാവുള്ളൂ. അത് നല്ല പച്ച തേങ്ങയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മളിത് മറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല കടയാണ് കേട്ടോ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. മണമാണെങ്കിലോ നല്ല, അയ്യോ, നമുക്ക് എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ മാർക്കറ്റിൽ പോയായിരുന്നു. മാർക്കറ്റിൽ പോയപ്പോൾ ഇപ്പോൾ മഴ സീസണൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ ചെമ്മീൻ കിട്ടും. വളരെ വില കുറവാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചപ്പോൾ നല്ല പിടയ്ക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ നല്ല പിടയ്ക്കുന്ന ചൂടൻ ചെമ്മീൻ. ചൂടൻ ചെമ്മീൻ എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. നിങ്ങളെന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം ആ ചെമ്മീനാണ് ഞങ്ങളിത്. നല്ല ചെമ്മീനാണ്, അതുകൊണ്ടാണ് നല്ല ഫ്രഷായിട്ട് നമ്മൾ ചെമ്മീൻ വട എന്ന് പറയുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ ഒരുപാട് ദിവസം വെച്ചിട്ട് ചെമ്മീൻ എടുക്കരുത്. കൊണ്ടുവന്ന് വൃത്തിയാക്കി അപ്പോൾ തന്നെ നമ്മളത് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോഴാണ് നമുക്കതിൻ്റെ ആ തനതായ രുചിയിൽ നമുക്കത് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. നല്ല മണം വരുന്നുണ്ട്, കഴിക്കാൻ പറ്റുന്നില്ല. വടയായി, നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ചെമ്മീൻ വട അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിട്ടില്ലേ? ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ പരിപ്പ് വടയാണെന്ന് തോന്നുന്നു അല്ലേ? കണ്ടോ, നമ്മുടെ ചെമ്മീൻ വട ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ ഞെട്ടിക്കാൻ പറ്റുന്നൊരു വിഭവമാണ് കേട്ടോ ഇത്. തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് നോക്കണം, ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് അയക്കണം. ഇന്ന് നമുക്ക് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കറി. പിന്നെ മത്തിക്കറി ഉണ്ട്, അത് ഞാൻ എടുത്തില്ല. മാങ്ങാച്ചാറുണ്ട്, ക്യാബേജ് തോരനുണ്ട്, പാവയ്ക്ക തീയലുണ്ട്. പിന്നെ ചെമ്മീൻ വട ഉള്ളപ്പോൾ മറ്റു മീനുകളൊന്നും ഞാനും ബസ്സും എടുക്കാറില്ല. അപ്പോൾ ഇത് കൂട്ടി ഞങ്ങൾ കഴിച്ച എൻ്റെ മക്കളെ, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അത് ഞങ്ങൾ കഴിച്ച് കാണിക്കാം. തീയല്, ക്യാബേജ് തോരൻ, അച്ചാർ, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കണ്ടോ, അതും കൂടി വെച്ച് സൂപ്പർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം.